കേരളത്തിൽ വാഹന മോഡിഫിക്കേഷൻ നിയമവിധേയമാക്കാമെന്ന് സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന വിശദീകരണം. ഇനി വാഹനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ അനുവദിക്കാം, അതിന് തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ? കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്താണ്? വിശദമായി നോക്കാം. കേരള സർക്കാർ അടുത്തിടെ വാഹന മോഡിഫിക്കേഷനുകൾക്ക് ഇളവ് നൽകുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ പരിശോധിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ചില സുരക്ഷിതമായ മാറ്റങ്ങൾ വാഹന ഉടമകൾക്ക് അനുമതിയില്ലാതെ തന്നെ നടത്താൻ അനുവദിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. അതോടെ വാഹന പ്രേമികൾക്ക് വലിയ പ്രതീക്ഷയും രൂപപ്പെട്ടു. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് മറ്റൊന്നാണ്. വാഹനങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ അനുവദിക്കാം, എന്തൊക്കെയാണ് അനുവദിക്കാനാകാത്തത് എന്നത് തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കല്ല, കേന്ദ്ര സർക്കാരിനാണ്. കാരണം വാഹനങ്ങളുടെ നിർമ്മാണം, സുരക്ഷാ മാനദണ്ഡങ്ങൾ, അംഗീകൃത രൂപകൽപ്പന എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് മോട്ടോർ വാഹന നിയമവും കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളും അനുസരിച്ചാണ്. അതായത് കേരളം മാത്രം പ്രത്യേകമായ ഒരു നിയമം കൊണ്ടുവന്ന് വാഹന മോഡിഫിക്കേഷനുകൾക്ക് പൂർണ്ണ അനുമതി നൽകാൻ കഴിയില്ലെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് വാഹനത്തിന്റെ അടിസ്ഥാന ഘടനയെയോ സുരക്ഷയോ സംവിധാനങ്ങളെയോ ബാധിക്കുന്ന മാറ്റങ്ങൾ നിയമപരമായി അനുവദിക്കാനാവില്ല എന്നതാണ്. ഇത്തരം മാറ്റങ്ങൾക്ക് കേന്ദ്രത്തിന്റെ അംഗീകാരം ആവശ്യമാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഉദാഹരണത്തിന് വാഹനത്തിന്റെ ഷാസി മാറ്റുക, ബോഡി ഉയർത്തുക, എഞ്ചിനിൽ വലിയ മാറ്റം വരുത്തുക, വാഹനത്തിന്റെ അടിസ്ഥാന രൂപം തന്നെ മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും നിയമവിരുദ്ധമായി തുടരും. അതേസമയം ചില ചെറിയ മാറ്റങ്ങൾ, ഉദാഹരണത്തിന് അംഗീകൃത അക്സസറികൾ ഘടിപ്പിക്കൽ, സുരക്ഷയെ ബാധിക്കാത്ത ചില പരിഷ്കാരങ്ങൾ എന്നിവ നിലവിലെ നിയമപരിധിക്കുള്ളിൽ അനുവദനീയമായേക്കാം. എന്നാൽ അതിനും കേന്ദ്ര നിയമങ്ങളും അംഗീകാരങ്ങളും പാലിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഈ വിഷയം കഴിഞ്ഞ മാസങ്ങളായി വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരുന്നു. വാഹനപ്രേമികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് സുരക്ഷിതമായ മോഡിഫിക്കേഷനുകൾക്ക് അനുമതി നൽകുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചില നിർദ്ദേശങ്ങളും സംസ്ഥാന തലത്തിൽ തയ്യാറാക്കിയിരുന്നു. എന്നാൽ അവ നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ നിയമപരമായ പരിധി വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ ഇനി എന്താണ് സംഭവിക്കുക? കേരള സർക്കാർ നിർദ്ദേശിച്ച ശുപാർശകൾ കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങൾക്കനുസരിച്ചായിരിക്കണം. കേന്ദ്ര നിയമങ്ങളെ മറികടന്ന് ഒരു സംസ്ഥാനത്തിനും വാഹന മോഡിഫിക്കേഷൻ നിയമങ്ങൾ പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വാഹന ഉടമകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എല്ലാ വിവരങ്ങളും വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. പ്രത്യേകിച്ച് ഓഫ് റോഡ് ടയറുകൾ, ബുൾബാർ, അതിശക്തമായ ലൈറ്റുകൾ, നിയമവിരുദ്ധ എക്സോസ്, ശബ്ദപരിധി ലംഘിക്കുന്ന സൈലൻസറുകൾ, വാഹനത്തിന്റെ ഉയരത്തിലും ഘടനയിലും മാറ്റം വരുത്തുന്ന സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ഇപ്പോഴും നിയമപരമായ നിയന്ത്രണങ്ങൾ തുടരും. അപ്പോൾ വാഹനപ്രേമികൾ കാത്തിരുന്ന വലിയ ഇളവുകൾ ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം വലിയ നിയന്ത്രണമാണ്. വാഹന മോഡിഫിക്കേഷനുകളുടെ അന്തിമ അധികാരം കേന്ദ്രത്തിനാണെന്നും സംസ്ഥാനങ്ങൾക്ക് അതിൽ പരിമിതമായ പങ്ക് മാത്രമാണെന്നും സർക്കാർ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഭാവിയിൽ കേന്ദ്രം നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ടോ എന്നതാണ് ഇനി എല്ലാവരും ശ്രദ്ധിക്കുന്നത്.